നമസ്കാരം. മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിനെന്ന് കള്ളം പറഞ്ഞ് വാടകയ്ക്കെടുത്ത കാർ തിരിച്ചു കൊടുക്കാതെ തട്ടിയെടുത്തയാൾ വാഹനം തിരിച്ചു വാങ്ങാനെത്തിയ ഉടമയെ കാറിന്റെ ബോണറ്റിൽ കിടത്തി കിലോമീറ്ററുകളോളം ഓടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തൃശൂർ പോട്ടൂർ സ്വദേശി അബൂബക്കറിനെയാണ് നാടിനെ ഞെട്ടിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമയെ വിലുന്ന സാഹസികതയ്ക്കൊടുവിൽ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് കാർ ഉടമയായ ആലുവ സ്വദേശി സോളമന് രക്ഷപ്പെടാൻ സാധിച്ചത്. എറണാകുളം മെട്രോ പരിസരത്ത് കാർ വാടകയ്ക്ക് നൽകുന്ന സോളമന്റെ പക്കൽ നിന്നാണ് അബൂബക്കർ കാർ കൈപ്പറ്റിയത്. കഴിഞ്ഞ ഒക്ടോബർ 21-ന് വാഹനം വാടകയ്ക്ക് എടുത്ത ഇയാൾ മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായാണ് കാർ വേണ്ടതെന്നും ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചേൽപ്പിക്കാമെന്നും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വാടക കാലാവധി കഴിഞ്ഞിട്ടും കാർ തിരികെ നൽകാൻ അബൂബക്കർ തയ്യാറായില്ല. നൽകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഫോൺ വിളിച്ചാൽ കൃത്യമായ മറുപടി നൽകാതിരിക്കുകയും ചിലപ്പോൾ തൃശൂരിലെ ഒരു സ്ഥലം കച്ചവടമാക്കി നൽകുകയോ അല്ലെങ്കിൽ കാർ വിറ്റ് പണം നൽകാമെന്ന് പറഞ്ഞ് സോളമനെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാർ ലഭിക്കാതെ വന്നതോടെ സോളമൻ ആലുവ ബിനാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനിടയിൽ കാറിൽ ഘടിപ്പിച്ചിരുന്ന GPS ഉപയോഗിച്ച് വാഹനം കണ്ടെത്താൻ സോളമൻ സ്വയം ശ്രമം ആരംഭിച്ചു. GPS സംവിധാനം അഴിച്ചുമാറ്റാൻ അബൂബക്കർ തൃശൂരിൽ ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ ശ്രമിക്കുന്നതിനിടെ അതിന്റെ മുന്നറിയിപ്പ് സന്ദേശം സോളമന് ലഭിച്ചു. ഉടൻ തന്നെ സോളമൻ വർക്ക്ഷോപ്പ് ഉടമയെ ബന്ധപ്പെടുകയും തുടർന്ന് GPS സിഗ്നലുകൾ പിന്തുടരുകയും ചെയ്തു. പെരിന്തൽമണ്ണയിൽ നിന്നും തിപ്പിലശ്ശേരിയിലേക്ക് കാറുമായി അബൂബക്കർ എത്തുന്നുണ്ടെന്ന് GPS വഴി മനസ്സിലാക്കിയ സോളമൻ സുഹൃത്തായ ഒരു വർക്ക്ഷോപ്പ് ഉടമയെയും കൂട്ടി കാർ തിരിച്ചു വാങ്ങാനായി തിപ്പിലശ്ശേരിയിൽ കാത്തിരുന്നു. വെള്ളിയാഴ്ച രാവിലെ കടങ്ങോട് പഞ്ചായത്തിലെ തിപ്പിലശ്ശേരിയിൽ വെച്ച സോളമനും സുഹൃത്തും കാർ തടഞ്ഞു. കാർ തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾക്കിടെ അബൂബക്കർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിവേഗത്തിൽ മുന്നോട്ടെടുക്കുകയും ചെയ്തു. ഈ സമയം കാറിന്റെ മുൻവശത്തേക്ക് കയറി പിടിച്ച സോളമൻ ബോണറ്റിൽ തൂങ്ങിക്കിടക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. സോളമനെ ബോണറ്റിൽ കിടത്തിക്കൊണ്ട് അബൂബക്കർ കാർ നിർത്താതെ കിലോമീറ്ററുകളോളം ഓടിച്ചു. മരണം മുന്നിൽ കണ്ട സോളമന്റെ നിലവിളി യാത്രക്കാർ ശ്രദ്ധിച്ചു. മണിക്കൂറിൽ 70 കിലോമീറ്ററിലധികം വേഗതയിലാണ് കാർ ഓടിച്ചത്. ഏത് നിമിഷവും താഴെ വീഴാമെന്ന ഭീകരാവസ്ഥയിലൂടെയാണ് സോളമൻ കടന്നുപോയത്. ഈ സാഹസികമായ യാത്രയ്ക്കൊടുവിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് അതുവഴി വന്ന നാട്ടുകാർ അപകടം മനസ്സിലാക്കി കാർ വളയുകയും ബലമായി തടഞ്ഞു നിർത്തുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ സോളമൻ രക്ഷപ്പെടുകയും അബൂബക്കറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. സോളമന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അബൂബക്കറിനെതിരെ കൊലപാതക ശ്രമം, അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ, തട്ടിപ്പ് എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അറസ്റ്റിന് പിന്നാലെ അബൂബക്കറിന്റെ തട്ടിപ്പിനിരയായ നിരവധി പേരാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും എത്തിയത്. മകളുടെ വിവാഹത്തിന്റെ പേരിൽ കാറുകൾ തട്ടിയെടുക്കുന്നത് ഇയാളുടെ സ്ഥിരം തട്ടിപ്പ് രീതിയാണോ എന്നും ഇയാൾക്ക് മറ്റ് ക്രിമിനൽ ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.